എന്താ മുരളി, എന്താ ഇവന് സംഭവിച്ചത്? ഒന്നുമില്ല മമ്മി, ചെറിയൊരു ആക്സിഡന്റ്, പേടിക്കാനൊന്നുമില്ല. വേണ്ട, നീ ഒന്നും പറയണ്ട. അതെ, പേഷ്യന്റിനെ അധികം ബുദ്ധിമുട്ടിക്കരുതെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജോബിൻ കുറച്ചേരം കിടക്കട്ടെ. ടീച്ചർ വരൂ, എന്താ ഉണ്ടായെന്ന് ഞാൻ പറയാം. ജോബിൻ, എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? ഇപ്പൊ ഒന്നും വേണ്ടെങ്കിലേ, കാറിലിരുന്നിട്ട് ഇത്തിരി പെയിനുണ്ട്, ആ മെഡിസിനും തരുമോ? ഇനി ഞാൻ കുറച്ചേരം ഒന്ന് കിടക്കട്ടെ. അപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് മമ്മിക്കൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അല്ലെങ്കിൽ എന്നെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമ്മതിക്കത്തില്ല. ടീച്ചർ വരൂ. കിടന്നോ. എന്താ മുരളി, എന്താ ഇവന് സംഭവിച്ചത്? ജോബിൻ രാവിലെ ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിലായിരുന്നു. വഴിയിൽ വെച്ച് ഏതൊരു ഫ്രണ്ടിനെ കണ്ട് വണ്ടി നിർത്തി സംസാരിച്ചു. തിരിച്ച് കാറിലേക്ക് നടക്കുന്നതിനിടയിൽ ഒരു 2 വീലർ വന്ന് ഇടിച്ചിട്ടതാ. അയ്യോ. അവിടെയുള്ള ആൾക്കാര് അപ്പൊ തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തു. താൻ ഡോക്ടറാണെന്നും ഇന്ന ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നതെന്നും അവരോട് പറഞ്ഞിരുന്നു. ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷമാണ് ജോബിൻ എന്നെ വിളിക്കുന്നത്. അത് ഹോസ്പിറ്റലിൽ കൂടെ ഉള്ളവർ നിർബന്ധിച്ചിട്ടാണെന്ന് അവിടെ ചെന്നപ്പോഴേ എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ എല്ലാം തനിച്ച് മാനേജ് ചെയ്യാനായിരുന്നു ജോബിന്റെ പ്ലാൻ. അവിടെ ചെന്നിട്ട് മുരളി എന്താ എന്നെ വിളിക്കാതിരുന്നത്? ഞാൻ വരുമായിരുന്നല്ലോ. ജോബിനോട് ഞാൻ ആ കാര്യം ചോദിച്ചതാ. മമ്മി അറിഞ്ഞ ആകെ പ്രശ്നമാകുമെന്ന് ജോബിൻ പറഞ്ഞിട്ടാ പിന്നെ ഞാനും ആ കാര്യം വേണ്ടാന്ന് വെച്ചത്. ഭാഗ്യത്തിന് പരിക്കത്ര ഗുരുതരമല്ല. കാലിനൊരു ഹെയർലൈൻ ഫ്രാക്ചർ ഉണ്ട്. പിന്നെ കയ്യിലെ മുറിവ് അത്ര സാരമുള്ളതല്ല. എന്താന്നറിയില്ല മുരളി, രാവിലെ മുതല് മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. വേദപുസ്തകം വായിച്ചിട്ടും അതിലൊന്നും ശ്രദ്ധിക്കാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല. കാരണം എന്താണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. 2 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കണമെന്ന് പറഞ്ഞതാ. ജോബി നിർബന്ധിച്ചിട്ടാ ഡിസ്ചാർജ് വാങ്ങിയത്. വീട്ടിൽ വന്നത് ടീച്ചറിന് ബുദ്ധിമുട്ടാവുമെന്ന് ഞാൻ ആവുന്നത് പറഞ്ഞതാ. പക്ഷെ ജോബിന് ഒരേ നിർബന്ധം, അഡ്മിറ്റ് ആവണ്ട, വീട്ടിൽ പോയാൽ മതിയെന്ന്. അങ്ങനെ ഇന്ന് തന്നെ ഡിസ്ചാർജ് വാങ്ങിയത്. അതവന് പണ്ടേയുള്ള ശീലവാ. ലോകത്തുള്ളവരെ എല്ലാം അവൻ ട്രീറ്റ് ചെയ്യും. അവനൊരു പനിയോ മറ്റോ വന്നാ മെഡിസിൻ എടുക്കാൻ പോലും അവന് വല്ലാത്ത മടിയാ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന കാര്യം അവനോട് പറയാനേ പറ്റില്ല. ഇനിയിപ്പോ ഇവന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അതൊന്നും സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്തോളാന്നൊക്കെയാ ജോബിൻ പറയുന്നത്. പക്ഷെ അത് എത്രമാത്രം ശരിയാകുമെന്ന് എനിക്കറിയില്ല ടീച്ചർ. എപ്പോഴും കൂടെ ഒരാൾ ഉള്ളത് തന്നെയാ നല്ലത്. അതിനിപ്പോ എന്ത് ചെയ്യാനാ? നോക്കട്ടെ, വല്ല മേൽനേഴ്സിനെയും കിട്ടുമെന്ന് നോക്കാം. അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് മതി. ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം. തൽക്കാലം ജോബിനൊന്ന് ഉറങ്ങി ഉണരട്ടെ. വേദനയുണ്ടാവും, ഡിസ്റ്റർബ് ചെയ്യാൻ പോകണ്ട. ടീച്ചർ വിഷമിക്കാതെ, കാര്യങ്ങൾ നമുക്ക് വേണ്ടതുപോലെ എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്യാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അശ്വതി അമ്മയും വിളിച്ചോണ്ടിരിക്കുക. അവരെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ ചെന്നിട്ട് വിളിക്കാം. ശരി. ഞാൻ വിളിച്ചിട്ട് മുരളി ഫോൺ എടുക്കുന്നില്ലല്ലോ മോളെ. നീ വിളിച്ചപ്പോ അവനെന്താ പറഞ്ഞത്? എന്നോടും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല അമ്മേ. എന്തോ തിരക്കിലാണെന്നും വന്നിട്ട് വിശദമായിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞു. അതെന്ത് പണിയാ മുരളി കാണിച്ചത്? എത്ര തിരക്കാണേലും കാര്യം എന്താണെന്നൊന്ന് പറഞ്ഞൂടായോ? വീട്ടിലിരിക്കുന്നവരെ വെറുതെ
തീ തീറ്റിക്കാനായിട്ട്. ഇനി ജോലി സ്ഥലത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും സൂക്കേടോ അപകടമോ വല്ലതും ആണോ എന്തോ? ആ ദേ മുരളിയേട്ടൻ വന്നു തോന്നുന്നു. എന്താ മുരളിയേട്ടാ, എന്താ പ്രശ്നം? മാളുവിടെ? അവള് മുറിയിലുണ്ട്. എന്താ കാര്യം? നീ കാര്യം എന്താന്ന് പറ മുരളി. കാര്യമൊക്കെ ഉണ്ട്, പറയാം. ഞാൻ ആദ്യം അവളെ ഒന്ന് കാണട്ടെ. ഈശ്വരാ, എന്താണാവോ സംഭവിച്ചത്? മാളു, നിന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. എന്താ അച്ഛാ, എന്താ കാര്യം? കാര്യമൊക്കെ ഉണ്ട്, നീ വേഗം റെഡിയാകും. നമ്മൾ ഇപ്പൊ തന്നെ ജോബിന്റെ വീട്ടിലേക്ക് പോവാ. എന്തിനാ നമ്മളിപ്പോ അങ്ങോട്ടേക്ക് പോകുന്നത്? അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. നീ വേഗം റെഡിയാകും, നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങണം. അച്ഛൻ ക്ഷമിക്കണം, കാര്യം എന്താണെന്നറിയാതെ ഞാൻ വരില്ല. മാളു, നീ വെറുതെ തർക്കിക്കാൻ നിൽക്കരുത്. വേഗം എടുക്കാനുള്ളതൊക്കെ എടുത്ത് ഇറങ്ങാൻ നോക്ക്. വരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇത്രയ്ക്ക് ധൃതി പിടിച്ച് അച്ഛൻ എന്നെ അവിടേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാന്നറിയണം. കാരണം അറിഞ്ഞാലേ നീ വരൂ. എന്താ മുരളിയേട്ടാ, എന്താ പ്രശ്നം എന്നൊന്ന് പറയൂ. എന്തിനാ ഇപ്പൊ അവളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ജോബിനൊരു ആക്സിഡന്റ് പറ്റി. ഏ? അയ്യോ, എന്താ എന്താ പറ്റിയത്? എന്നിട്ട് ജോബിന് ഇപ്പൊ എവിടെയുണ്ട്? ആക്സിഡന്റ് ആണെന്ന് പറഞ്ഞില്ലേ, ഇനി ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട്. വേഗം ഇറങ്ങ്. എന്നാ ഞാനും കൂടെ വരാം മുരളിയേട്ടാ. ഏയ് വേണ്ട, വേറെ ആരും വേണ്ട, മാളു മാത്രം മതി. നീ ഇവളെ വേഗം റെഡിയാക്കാൻ നോക്ക്. ചെല്ലുമോളെ, വേഗം ചെന്ന് റെഡിയായി വാ. ചെല്ല്. ഇതോട് അയ്യോ, കഴിക്കാം. മതി മമ്മി. അതൊന്നും പറഞ്ഞാ പറ്റില്ല, ഇത് മുഴുവനും കഴിക്കണം. എനിക്കിപ്പം വേണ്ടാഞ്ഞിട്ടാ മമ്മി. അവിടെ വച്ചേക്ക്, പിന്നെ ഞാൻ എടുത്ത് കഴിച്ചോളാം. പിന്നത്തെ കഴിപ്പൊക്കെ കണക്ക് തന്നെയാ. ഞാൻ പിന്നാലെ നടന്നിട്ട് ഓടി. ഇതാണ് നിന്റെ അവസ്ഥ. എന്റെ മമ്മി, ഇങ്ങനെ സ്കൂൾ കുട്ടികളെ പോലെ സ്പൂൺ ഫീഡ് ചെയ്യാൻ എന്റെ കാലിനേ ഉള്ളു കുഴപ്പം. ദേ, കൈയൊക്കെ നല്ല സ്ട്രോങ്ങാ. കൈയൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും, പക്ഷെ ആ സ്ട്രോങ്ങും സ്ട്രെങ്തും ഒന്നും നിന്റെ മനസ്സിനില്ലല്ലോ. അതുകൊണ്ടല്ലേ എനിക്കിങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കാവലിരിക്കുന്നത് പോലെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാവലിരിക്കേണ്ടി വരുന്നത്. പിന്നെ പിന്നെ ആര് പറഞ്ഞു എന്റെ മനസ്സ് സ്ട്രോങ് അല്ലാന്ന്? മമ്മി ചുമ്മാ ടെൻഷൻ അടിച്ച് ഓരോന്ന് കാട്ടി കൂട്ടുന്നതിന് ഞാനെന്ത് വിളിച്ചു? വേണ്ട ജോബിൻ, നീ എന്റെ മുന്നിൽ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. നിന്റെ മനസ്സിപ്പോ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഡാ, നിനക്ക് അവളെ കാണണമെന്നുണ്ടെങ്കിലേ ഈ വാശിയും പിണക്കും ഒക്കെ കളഞ്ഞ് അവളോടൊന്ന് സംസാരിക്കേ. നീ വിളിച്ച മാളു എല്ലാം മറന്ന് ഇവിടേക്ക് വരുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ഇനിയിപ്പോ നിനക്ക് അവളെ നേരിട്ട് വിളിക്കാൻ മടിയാണെങ്കിൽ ഞാൻ വിളിക്കാം മോനെ. ഏയ്, അത് വേണ്ട മമ്മി. നമ്മളിനി എങ്ങനെ വിളിച്ചാലും അത് മാളുവിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയുള്ളൂ. എന്ത് തെറ്റിദ്ധാരണ? നിനക്കൊരു അപകടം പറ്റിയെന്നറിഞ്ഞ അവൾക്ക് സങ്കടം തോന്നാതിരിക്കുവോ? മുരളി ചെന്ന് ഇക്കാര്യം പറയുമ്പോ അവൾ ഉടനെ ഇങ്ങോട്ട് ഓടി വരുമെന്ന് എനിക്കുറപ്പാ. പക്ഷെ ആ ഉറപ്പ് എനിക്കില്ല മമ്മി. നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല ഇപ്പൊ മാളു. അവൾ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ഒന്നുമല്ല, അതൊക്കെ നിന്റെ വെറും തോന്നല. പിന്നെ ഒന്നാലോചിച്ചാ ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടി വന്നതിൽ അവളുടെ ഭാഗത്ത് ന്യായമില്ല ജോബിൻ. കല്യാണത്തിന് മുമ്പ് നീ അവൾക്ക് വാക്കു കൊടുത്തതല്ലേ നീയോ ഞാനോ കാരണം അവൾക്കൊരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ലെന്ന്. എന്നിട്ട് ആ വാക്കു പാലിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ. പോട്ടെ, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല. സ്വന്തം ജീവിതം കഴിക്കണോ മധുരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണെന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഒരിക്കൽ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ എത്ര മധുരം ചേർക്കാൻ ശ്രമിച്ചാലും അടിത്തട്ടിൽ ഒരു കയ്പ് കിടക്കും. അതിനിടയാവാതെ നോക്കേണ്ടത് നമ്മൾ തന്നെയാ. മമ്മി, ചെയ്ത തെറ്റിന്റെ ആഴം എത്രത്തോളം വലുതാണെന്ന് മമ്മി ഓർമ്മിപ്പിക്കാതെ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മാളുവിനോട് അതിന്റെ പേരിൽ ഞാൻ ക്ഷമ പറഞ്ഞതുമാണ്. എന്നിട്ടും ഒരു കോംപ്രമൈസിന് അവൾ തയ്യാറാവാത്തതിൽ എനിക്ക് നീരസം തോന്നിയിരുന്നു. പക്ഷേ ഈ കിടപ്പിൽ ഇങ്ങനെ ശാന്തമായി കിടന്ന് ആലോചിക്കുമ്പോൾ മാളു പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മമ്മി. ശരിയാ, അവളുടെ മനസ്സിൽ ഞാൻ ഏൽപ്പിച്ച മുറിവുണങ്ങാൻ ഇനി ഒരുപാട് സമയം ആവശ്യമുണ്ട്. എന്നോട് ക്ഷമിക്കാൻ മാളുവിന്റെ മനസ്സ്
പൂർണ്ണമായി തയ്യാറാവുന്ന ഒരു സമയത്ത് മാത്രമേ അവളെ ഇനി പ്രതീക്ഷിക്കാവൂ മമ്മി. അതുവരെ ഒന്നിന്റെ പേരിലും നമ്മളായിട്ട് അവളെ പ്രഷർ ചെയ്യണ്ട. അതുകൊണ്ട് എന്റെ വിഷമം കണ്ട് മമ്മി മാളുവിനെ ഇങ്ങോട്ട് വരാൻ ക്ഷണിക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്യരുത്. അവൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരാമല്ലോ. അങ്ങനെ പൂർണ്ണ മനസ്സോടെ അവൾ മടങ്ങി വരുന്നത് എനിക്കും ഇഷ്ടം. ആരോ വന്നെന്ന് തോന്നല്ലോ, ഞാൻ നോക്കിയിട്ട് വരാം. അല്ല, മുരളി എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു പോന്നത്? ഞാൻ മാത്രമല്ല, കൂടെ ഒരാളും കൂടി ഉണ്ട്. ആ, മാളുവോ? നീ എന്താ മാറി നിൽക്കുന്നത്? വാ മോളെ. മുരളി ഇത് പറയുമ്പോ നീ വരുമെന്ന് എനിക്കറിയായിരുന്നു. ചിലപ്പോ അവനോടുള്ള ദേഷ്യം മാറാൻ തമ്പുരാനായിട്ട് കണ്ട വഴിയാവൂ ഇത്. ആന്റി, ഞാൻ ഏയ്, എന്താ കുട്ടി ഇത്? നീ എന്തിനാ വിഷമിക്കുന്നത്? ഇതൊന്നും നിന്റെ കുറ്റം കൊണ്ട് സംഭവിച്ചതല്ലല്ലോ. ഒക്കെ നല്ലതിനു വേണ്ടിയാണെന്ന് വിചാരിച്ചാ മതി. ഞാൻ ഡോക്ടറെ ഒന്ന് കാണട്ടെ. അവൻ ആ മുറിയിലുണ്ട്. ചെല്ല. മുരളി നിർബന്ധിച്ചിട്ടാണോ അവള് വന്നത്? ഏയ് ഇല്ല, ഞാൻ ആദ്യം കാര്യമൊന്നും പറയാൻ പോയില്ല. ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോ അതുകൊണ്ട് തന്നെ ആളൊന്ന് എതിർത്തു. പക്ഷെ കാര്യം അറിഞ്ഞപ്പോ അവൾക്ക് നല്ല സങ്കടമായി. ഉടനെ തന്നെ എൻ്റെ കൂടെ പോരുകയായിരുന്നു. ജോബിനിപ്പോ എങ്ങനെയുണ്ട്? ഞാൻ അവന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. വേദനയൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. അവൻ ഓരോന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കുകയായിരുന്നു. ആ, മുരളി ഇരിക്കെ, ഞാൻ കുടിക്കാനെടുക്കാം. വരൂ. ഡോക്ടർ, എന്താ വന്നത്? ആക്സിഡന്റിന്റെ കാര്യം അറിഞ്ഞിട്ടാ വന്നതെന്ന് മനസ്സിലായി. വന്ന് ബുദ്ധിമുട്ടണമെന്നില്ലായിരുന്നല്ലോ. ഫോണിൽ കൂടിയൊരു ക്ഷേമാന്വേഷണം, അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പരിക്കെന്ന് പറയാൻ കാലിലെ ഈ ഫ്രാക്ചറേ ഉള്ളൂ. ഇതൊക്കെ നിസാരം, ബാക്കി കാര്യമായിട്ടൊന്നുമില്ല. കുറച്ച് ദിവസത്തേക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ ഒന്നും പറ്റില്ല. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. തൽക്കാലം ഒരു മെയിൽ നഴ്സിനെ ഏർപ്പാടാക്കാന്ന് വിചാരിക്കുന്നു. അതാകുമ്പോ മമ്മിയെ അധികം ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ലല്ലോ ഒന്നിനും. ആരെ ഏർപ്പാടാക്കണ്ട, ഞാൻ നിന്നോളാം. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന്റെ പേരിൽ ആരും ബുദ്ധിമുട്ടുകയും വേണ്ട. എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. എന്നെ ഒഴിവാക്കരുത് പ്ലീസ്. ഒഴിവാക്കാനും ഒറ്റപ്പെടുത്താനും തുടങ്ങിയത് ഞാനല്ലല്ലോ. ഇപ്പൊ മാനസികമായി ഞാനും അതിന് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു അവസരവും ഞാൻ അതിന്റെ ഭാഗമായി തന്നെ കാണുന്നത്. ഡോക്ടർ പ്ലീസ്, എന്നെ എത്ര വേണേലും കുറ്റപ്പെടുത്തിക്കോളൂ, ഞാനതിനർഹയ. പക്ഷെ എന്നോട് ഇവിടുന്ന് പോവാൻ മാത്രം പറയരുത്. പറഞ്ഞാലും ഞാൻ പോവില്ല. പെട്ടെന്ന് ഇങ്ങനൊരു മനംമാറ്റം ഉണ്ടാവാൻ എന്ത് പറ്റി? ഈ ആക്സിഡന്റ് ആണ് അതിന് കാരണമെങ്കിൽ അങ്ങനൊരു സിമ്പതി എന്നോട് കാണിക്കേണ്ട ആവശ്യമില്ല. എനിക്കത് ഇഷ്ടമല്ല. സിമ്പതിയാണെന്ന് ആര് പറഞ്ഞു? ഇതെന്റെ കടമയാ, എന്റെ മനസ്സ്. അത് വേണ്ടെന്ന് പറയാൻ ഡോക്ടർക്കാവില്ല. എന്നെ വെറുക്കരുത്. ജീവിതത്തിൽ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരാള് എന്നെ സംശയിക്കുന്നു എന്നറിഞ്ഞപ്പോ എനിക്കത് സഹിക്കാനായില്ല ഡോക്ടർ. കല്യാണത്തിന് മുൻപ് എന്നോട് പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ ഓർത്തുപോയി. അങ്ങനെ ഒരാള് എന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നു എന്നറിഞ്ഞപ്പോ ദേഷ്യം തോന്നിയത് ഡോക്ടറോടല്ല, എന്നോട് തന്നെയാ. അതാ പെട്ടെന്ന് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായി പോയത്. ഞാൻ എന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റുകൾ തന്നോട് തുറന്നു പറഞ്ഞതാണല്ലോ. അപ്പോഴും തനിക്കതൊന്നും ഉൾക്കൊള്ളാനായില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? മാളു, ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ ആക്സിഡന്റിന്റെ പേരിൽ ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ മനസ്സില്ലാ മനസ്സോടെയാണ് താൻ വന്നതെങ്കിൽ
അങ്ങനൊരു കൺസിഡറേഷൻ എന്നോട് വേണ്ട. തൻ്റെ മനസ്സ് പൂർണ്ണമായി അനുവദിക്കുന്നെങ്കിൽ മാത്രം. അങ്ങനെയല്ല ഞാനിവിടെ വന്നെന്ന് തോന്നുന്നുണ്ടോ? ഇനി എനിക്കൊന്നും കേൾക്കണ്ട, എന്നോടൊന്നും പറയുകയും വേണ്ട. ഞാൻ കൂടെ ഉണ്ടാവും എപ്പോഴും. ഇനി സീരിയസ് ആയിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സത്യത്തിൽ എന്തിനായിരുന്നു നമ്മൾ പിണങ്ങിയത്? ഇനി എന്നോടിങ്ങനെ കാരണമില്ലാതെ പിണങ്ങാൻ വന്ന നല്ല തൊഴി വെച്ചേരാൻ ഞാൻ നമ്മുടെ മോനോട് പറയും. കേട്ടല്ലോ? ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് ആരോടാണെന്നറിയോ? ആരോടാ? എന്നെ ഇടിച്ചിട്ടിട്ട് പോയ ആ അജ്ഞാതനായ മനുഷ്യ സ്നേഹിയോട്. ഹലോ ഗീത, എവിടെയാ? വീട്ടിലാണോ? അതെ ഡേസി, എന്താ വിളിച്ചത്? VP അവിടെ വന്നിരുന്നോ? ഇല്ല, മാളു പറഞ്ഞാ ഞാൻ അറിഞ്ഞത്. വിജയ് അവിടുന്ന് എങ്ങോട്ടോ പോയി അല്ലേ? പോയി. എവിടേക്കാ പോയതെന്ന് വല്ലതും അറിഞ്ഞോ? ഇല്ല ഡേസി, പോയിട്ട് ഒരുപാട് നേരമായി. ഇതുവരെ VPയെ കുറിച്ച് ഒരു അറിവും ഇല്ല. എവിടെ പോയെന്നോ എപ്പോ വരുമെന്നോ ഒന്നും. കോണ്ടാക്ട് ചെയ്യാൻ ഫോൺ പോലും ഇല്ലല്ലോ VPക്ക് ഇപ്പോ. ഗീതയോട് രാവിലെ യാത്ര വല്ലതും ഉള്ളതായി സൂചിപ്പിച്ചിരുന്നോ? ഇല്ല. ഇനിയിപ്പോ അപ്പുവിന്റെ കാര്യം വല്ലതും അറിഞ്ഞിട്ടാണോ? എനിക്കൊന്നും അറിയില്ല ഡേസി. അപ്പുവിന്റെ കാര്യം അറിയിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ ഇവിടേക്ക് വരണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും VPക്ക് അപ്പുവിന്റെ കാര്യത്തിൽ നല്ല സംശയമുണ്ട്. ഇന്നത്തെ യാത്രയും അതിന്റെ ക്ലാരിഫിക്കേഷൻ വേണ്ടി വല്ലതും ആണോന്നാ എന്റെ പേടി. ഗീത സമാധാനിക്ക്. വിജയ്ക്ക് ഇപ്പൊ പറയത്തക്ക മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എവിടെ പോയതാണെങ്കിലും തിരിച്ചവിടേക്ക് തന്നെ വരും. ധൈര്യമായിട്ടിരിക്കെ. എന്താന്ന് അറിയില്ല ഡേസി. എനിക്കിപ്പോ VPയുടെ കാര്യം ആലോചിച്ചിട്ട് എന്നെ പേടിയാവുന്നു. എത്ര നാൾ ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റുമെന്ന് കൂടി അറിയില്ല. VP എത്രയും പെട്ടെന്ന് വന്നാ മതിയായിരുന്നു. വരും ഗീത, നീ സമാധാനമായിട്ടിരിക്കെ. വിജയ് സേഫായിട്ട് തിരിച്ചെത്തും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. മാളു അവിടെ എത്തിയല്ലേ? എത്തി. ജോബിന് ചെറിയൊരു ആക്സിഡന്റ്, അതുകൊണ്ട് അവളിങ്ങി പോന്നു. എന്താ പറ്റിയത്? റോഡ് ക്രോസ് ചെയ്യുമ്പോ ഒരു 2 വീലർ വന്ന് തട്ടിയതാ. ഭാഗ്യത്തിന് വലിയ പരുക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. ഡേസി, ആരോ വന്നു, ഞാൻ വിളിക്കാമേ. ശരി ഗീത. വന്നത് വിജയ് ആണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കണേ. ശരി, ഞാൻ വിളിക്കാം. ഞാൻ മാളുവിനെ ടീച്ചറിന്റെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് വരുന്ന വഴിയാ. എന്തായി ഗീത, VPയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല. ഡേസി ഇപ്പോൾ വിളിച്ചിരുന്നു. ഞങ്ങൾ അതിനെപ്പറ്റിയാണ് സംസാരിച്ചത്. മുരളിയെ കണ്ടപ്പോൾ ഞാൻ കരുതി VP ഒപ്പം ഉണ്ടാവുമെന്ന്. വരുന്ന വഴിയൊക്കെ ഞാനും അന്വേഷിച്ചു. പക്ഷെ ആളെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. BP പുറത്തേക്ക് പോകുന്നത് ഗീത കണ്ടായിരുന്നോ? ഇല്ല മുരളി, എന്നോടൊന്നും പറയാതെ VP പോയത്. തനിച്ച് യാത്രയുള്ള കോൺഫിഡൻസ് ഒക്കെ ഇപ്പോൾ VPക്കുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകൾ 2 ദിവസമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. മോർണിംഗ് വാക്കിന് പോയ കാര്യമൊക്കെ മാളു എന്നോട് സൂചിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞു വന്നിട്ട് VP പ്രത്യേകിച്ച് എന്തെങ്കിലും സൂചന തന്നിരുന്നോ? ഇല്ല, അങ്ങനെ സൂചനയായിട്ടൊന്നും സംസാരത്തിലില്ലായിരുന്നു. പക്ഷെ അപ്പുവിന്റെ കാര്യം ഞാൻ ബോധപൂർവ്വം മറച്ചു വയ്ക്കുന്നതായി VPക്ക് നല്ല സംശയമുണ്ട് മുരളി. അത് VPയെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു.